മറ്റൊരു വിഷയം വീണ്ടും ആവർത്തിക്കുകയാണ്. അവൻ ഇവനൊന്നും പറഞ്ഞിട്ടില്ല, ഇവർന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സതീശൻ വീണ്ടും പ്രതിപക്ഷമാണ് പറയുന്നത്. അതിപ്പോൾ നമുക്ക് അതിൻ്റെ നിങ്ങളോട് വിഷ്വൽ മീഡിയയിലല്ലേ പറഞ്ഞത്, അത് ഉണ്ടല്ലോ, അതെടുത്ത് ഒന്നുകൂടെ റീപ്ലൈ ചെയ്താൽ മതിയല്ലോ. അത് എന്താണ് പറഞ്ഞത് സംബന്ധിച്ചിടത്തോളം രഹസ്യമായിട്ട് പറഞ്ഞ കാര്യമല്ലല്ലോ. അയാൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അവന് യവനെന്നൊക്കെ പറഞ്ഞ് ഉള്ള ഒരു തൃശ്ശൂർ പൂരത്തിൻ്റെ അത്രയും പോയിട്ടില്ല. തൃശ്ശൂർ പൂരമല്ലല്ലോ, എന്താ ഭരണിപ്പാട്ട് അല്ലേ, വേറെ എന്താ പറഞ്ഞതിനപ്പുറത്തേക്ക് ഉറച്ചു നിൽക്കുന്നില്ല എന്നൊരു പ്രശ്നമാണ്. പറഞ്ഞ കാര്യത്തിൽ തുടർച്ചയായ കളവ് മാപ്പ് പറയുന്നില്ലെന്ന് മാത്രമല്ല, ആ കാര്യത്തിൽ കളവ് പറയുന്നത് തുടർച്ചയായി, അതൊരു ശരിയല്ല. പ്രതിപക്ഷമാണ് ചേർന്ന കാര്യമാണ്. ഞാൻ എന്തായാലും അദ്ദേഹം പറഞ്ഞു, ഞാനും പറഞ്ഞു, ഇന്നലെ അദ്ദേഹം പറഞ്ഞു, ഞാനും പറഞ്ഞു. ഇനിയിപ്പോൾ വീണ്ടും എനിക്കിപ്പോൾ ഇത് തെളിയിക്കപ്പെടാനൊന്നും കഴിയില്ല. അദ്ദേഹം പറഞ്ഞിട്ടില്ലെങ്കിൽ അത് നല്ല കാര്യം. പറഞ്ഞത് തെറ്റായിപ്പോയെന്ന് തെളിയിക്കുന്നതാണല്ലോ പറഞ്ഞില്ല എന്ന് പറയുന്നത്. എല്ലാ ഭാഗത്തുനിന്നും വലിയ എതിർപ്പ് വന്നപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് പിന്മാറുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു. മറ്റൊരു കാര്യം, അങ്ങ് ഉയർത്തിയ ഒരു മത്സരിക്കാനുണ്ടോ എന്ന് ചോദിച്ചു. നിയമത്ത് അതിനും മറുപടിയില്ല എന്നൊക്കെയാണ് പ്രതിപക്ഷമാവ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞ് എന്നെ RSS കുട്ടിയെന്ന് വിളിച്ചപ്പോൾ അയാളിലെ ആദ്യം കേരളത്തിൽ അക്കൗണ്ട് തുറന്ന് വന്ന മണ്ഡലമാണ്, BJP തുറന്നു വന്ന മണ്ഡലമാണ് നിയമം എന്ന് പറയുന്നത്. അപ്പോൾ നിയമത്തെ അങ്ങനെ അദ്ദേഹം മത്സരിക്കുകയല്ലേ വേണ്ടത്. മത്സരിച്ച് തൻ്റെ RSS എതിരായിട്ടുള്ള ഫൈറ്റ് അല്ലെങ്കിൽ വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഫൈറ്റ് തെളിയിക്കേണ്ടത് അദ്ദേഹമല്ലേ. ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. മറ്റൊരു കാര്യം, സ്കൂളിൻ്റെ ഉദ്ഘാടനത്തിലാണ് നമ്മളിപ്പോൾ പങ്കെടുത്തിരുന്നത് കിഫ്ബി മുഖേന. യഥാർത്ഥത്തിൽ കിഫ്ബി എവിടെ, അല്ലെങ്കിൽ സർക്കാർ എന്താണ് ചെയ്യുന്നത്? കിഫ്ബി മുഖേനയുള്ള സ്കൂളുകളുടെയൊക്കെ നിർമ്മാണം പൂർത്തീകരണം 5000 കോടി രൂപയുടെ ഫണ്ടാണ് കിഫ്ബി മുഖാന്തരം നമ്മൾ സ്കൂൾ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. 55,000-ഓളം വരുന്ന സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഉണ്ട്. നിരവധി സ്കൂളുകളിൽ ലിഫ്റ്റുണ്ട്. നിരവധി സ്കൂളുകൾ എയർ കണ്ടീഷൻ സംവിധാനമുണ്ട്. അങ്ങനെ ഇന്നൊരു ഇൻ്റർനാഷണലായിട്ടും നാഷണലായിട്ടും മത്സരിക്കുന്നതിന് വേണ്ടി കഴിയുന്ന ഒരു സംവിധാനങ്ങളാണ്, അടിസ്ഥാന സൗകര്യങ്ങളാണ് നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളിൽ ഒരുക്കിയിട്ടുള്ളത്. എന്താ അതിപ്പം കേരള എഡ്യൂക്കേഷൻ റൂൾ ഉള്ള KERൽ പറഞ്ഞിരിക്കുന്ന നമ്പറാണുള്ളത്. LPയിൽ ഇത്ര വേണം, UPയിൽ ഇത്ര വേണം, ഹൈസ്കൂളിൽ എത്ര വേണം, അതിപ്പോൾ ആലോചിച്ചിട്ടില്ല. സിലബസിൽ 25% കുറയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഉള്ളടക്കത്തിൽ കുറവ് വരുന്നില്ല.